ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരുപാട് കൂട്ടുകാർക്കുള്ള നമ്മുടെ കസ്റ്റമർക്കുള്ള സംശയമാണ് നിങ്ങളെ ഹെയർ ഓയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. 3 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആരായാലും ഇതേപോലുള്ള ഇങ്ങനെ അതിൻ്റെ പല്ല് ഡിസ്റ്റൻസ് ഉള്ള ഒരു കോമ്പ് എടുക്കണം കേട്ടോ. നല്ല എന്താ പറയാ, വലിയ ഗ്യാപ്പുള്ള ഒരു ഗ്യാപ്പുള്ള പല്ലുള്ള ഒരു കോമ്പ് എടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മുടി ആദ്യം ചെയ്യുക. ഇങ്ങനെ കട്ടയെല്ലാം പോക്കി മുടി നല്ലോണം സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടുക കേട്ടോ. എന്നിട്ട് ചീകി ഒതുക്കിയതിന് ശേഷമാണ് നമ്മൾ എണ്ണ തേക്കേണ്ടത്. എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് ചീകണം കേട്ടോ. അപ്പം നമ്മുടെ തലയോട്ടിയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അപ്പോൾ നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ നമ്മുടെ തലയോട്ടിയിൽ അബ്സോർവ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഈ എണ്ണ ഉപയോഗിക്കേണ്ടത്. ഈ എണ്ണ നല്ല ഏതൊരു എണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എൻ്റെ മോൾക്ക് ഞാൻ 4 വയസ്സ് മുതലാട്ടോ ഈ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയ. 3 വയസ്സിലുള്ളൂ, ഇപ്പം 4.5 വയസ്സ് ആവാൻ പോകുന്നുണ്ട് കേട്ടോ അവൾക്ക്. അപ്പോൾ 4.5 മാസമായിട്ടുണ്ടാവും ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. 4 മാസം മുമ്പ് അവളെ ഫോട്ടോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. തീരെ കട്ടിയില്ലാതെ ഉള്ളില്ലാത്ത മുടിയായിരുന്നു കേട്ടോ. സ്ട്രോങ്ങേ ഇല്ല, നൈസായിട്ടുള്ള മുടി. ബേബി ഹെയർ ഒന്നും ഇല്ലായിരുന്നു തീരെ. അവൾക്ക് ജന്മന മുടിയൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ പിന്നെ വളർന്നപ്പോൾ മുടി ഭയങ്കര എന്താ പറയാ, തിക്കില്ലാത്ത ഒരു നൈസായിട്ടുള്ള കട്ടിയില്ലാത്ത ഹെയർ ആയിരുന്നു, സ്ട്രോങ് ഇല്ലാത്ത. ഞാൻ 4 വയസ്സ് വരെ അവൾക്ക് ഒരു കാച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ശുദ്ധമായ കോക്കനട്ട് ഓയിൽ മാത്രം, വെർജിൻ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചത്. എന്താണെന്നറിയാം, അവളെ തല ഭയങ്കരമായിട്ട് വിയർക്കും, നല്ല ഹീറ്റായിട്ടുള്ള തല. അപ്പോൾ ആയുർവേദ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഫാമിലി ഒരു ഡോക്ടർ ഉണ്ട്, ആയുർവേദ ഡോക്ടർ. ഒരു പറഞ്ഞ് ഓൾക്ക് 4 വയസ്സ് വരെ വെളിച്ചെണ്ണ മാത്രം തേച്ചാൽ മതി. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ മാത്രം തേച്ചു കൊടുക്കലുള്ളൂ. ഇപ്പാണ് ഞാൻ ഓൾക്ക് 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ കാച്ചെണ്ണ തേച്ചു കൊടുക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അവളെ മുടി നല്ല ഉള്ളോടെ വളർന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ മുടിയാ, നല്ല ബ്രൗൺ ആയിരുന്നു. ഇപ്പൊ ഈ എണ്ണ തേക്കാൻ തുടങ്ങിയാൽ ചെറുതായിട്ട് കറുപ്പ് വരുന്നുണ്ട്. എനിക്ക് ബ്രൗൺ മുടി എനിക്കിഷ്ടമാണ്, പക്ഷെ മുടി നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ ഈ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഒരു 3 വയസ്സ് വരെ കുട്ടികൾക്ക് നിങ്ങൾ കാച്ചെണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കുട്ടികളെ തലയോട്ടിയിലൊക്കെ എന്താ പറയുക, തലയോട്ടിയെല്ലാം ഉറച്ചു വരുന്നവരെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഒന്നും ചേർക്കാത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാറ്. നിങ്ങൾ ആട്ടിയ വെളിച്ചെണ്ണയോ വീട്ടിൽ ആട്ടിയെടുത്ത്, അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ ഇല്ലേ, വെർജിൻ വെളിച്ചെണ്ണ, അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ട് തലയോട്ടിയിൽ വിരൽ കൊണ്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. ഞാൻ ഈ തേക്കുന്ന പോലെ കേട്ടോ എണ്ണ തേക്കേണ്ട. ചില ആൾക്കാർ എണ്ണ എടുത്തിട്ട് മുടിയുടെ മുകളിൽ തേച്ചിട്ട് മുടിയുടെ ഫുൾ തലപ്പത്തെല്ലാം തേച്ചിട്ട് പോയിട്ട് കുളിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാറ്. നമ്മുടെ താരനും മുടി ഒഴിച്ചിലെല്ലാം മാറണമെങ്കിൽ തലയോട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം. അത് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ മാത്രം മാക്സിമം പിടിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ മൈഗ്രെയിന് സൈനസ് എല്ലാം ഉള്ള ആൾക്കാരാണെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രം കേട്ടോ എണ്ണ പിടിപ്പിക്കാവൂ. ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരാൾ മാത്രം എന്നോട് 3 എണ്ണ ഞാൻ വിറ്റിട്ടു ഒരിക്കലും തുമ്മൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്, വേറെ ആർക്കും ഇതുവരെ. എനിക്ക് ഭയങ്കര സൈനസും മൈഗ്രെയിനും ഉള്ള ആളാണ്, എനിക്ക് ഒരെണ്ണയും തേക്കാൻ പറ്റൂല കേട്ടോ. ഈ എണ്ണ തേച്ചാൽ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവലില്ല. ഇതിൽ ധാരാളം കരിഞ്ജീരകവും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ തണുപ്പ് കുറവ്, എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മുടെ സൈനസ് വരുന്ന ഒരു തണുപ്പ് ഇല്ല കേട്ടോ ഈ എണ്ണയ്ക്ക്. ഇതൊരു എല്ലാ കാലാവസ്ഥയിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണ്. ചില തണുപ്പ് കൂടുതലുള്ള എണ്ണ, ഭൃംഗരാജൊക്കെ ഓവറായിട്ട് ചേർത്തുണ്ടാക്കുന്ന എണ്ണ തേച്ച് കഴിഞ്ഞാൽ സൈനസ് എല്ലാം ഉള്ള ആൾക്കാർക്ക്, ഇതെല്ലാം ഞാൻ കണക്കായ അളവിൽ ആയുർവേദ ഡോക്ടറെ വിധിപ്രകാരമാണ് തയ്യാറാക്കുന്നത്. സൈനസ് എല്ലാം ഉള്ള ആൾക്കാർക്ക് തലക്കനം വരികയും ജലദോഷം തുമ്മലും ആസ്മയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ മൈഗ്രെയിനും സൈനസ് എല്ലാം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാട്ടോ ഈ എണ്ണ തയ്യാറാക്കിയത്. അങ്ങനെ നന്നായിട്ട് എണ്ണ ഫുള്ള് തലയുടെ ബേക്കിലും തലയുടെ ബേക്കിലാട്ടോ നല്ല വിരൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം മുടി ഒന്നും കൂടെ ചീകിയിട്ട് അവിടെ കെട്ടി വെച്ചാൽ മതി. കെട്ടി വെക്കണം എന്നില്ല, ഞാൻ കെട്ടി വെച്ചതാണ്. അവളെ മുഖത്ത് നമുക്ക് ഫെയർനെസ് ഓയിലും കൂടെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫെയർനെസ് ഓയിൽ 6 മാസം മുതലുള്ള എല്ലാ കുട്ടികൾക്കും തേക്കട്ടോ. 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ഓയിൽ മസാജ് ഒന്നും ചെയ്യാതിരിക്കല നല്ല. പിന്നെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള കുട്ടികളായിട്ടാണെങ്കിൽ മാത്രം ഓയിൽ തേക്കാട്ടോ. ഈ ഓയിലിന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷെ 6 മാസം വരെയുള്ള കുട്ടികളെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് അങ്ങനെ ഓയിലൊന്നും തേക്കണ്ടെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. ചില കുട്ടികൾക്ക് 1 മാസം മുതലേ ഓയിൽ തേച്ച് കാലൊക്കെ ഉഴിഞ്ഞൊക്കെ കൊടുക്കും. അതൊന്നും പിന്നെ അതൊക്കെ ശരിക്കും പഠിച്ചവരെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കുട്ടികളെ കാലെല്ലാം വലിച്ചുയ്യൊക്കെ ചെയ്യുമ്പോൾ അവരെ ഞരമ്പിനെല്ലാം തകരാറ് വരും അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടാണ് ഓയിൽ മസാജ് ചെയ്യേണ്ടത്. ആ 6 മാസം മുതൽ ഈ ഒരു ഓയിൽ തേക്കട്ടോ. ഏത് പ്രായക്കാർക്കും തേക്കാൻ പറ്റും. ഫുൾ ബോഡി അപ്ലൈ ചെയ്യട്ടോ. ഫുൾ ബോഡി ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ അവൾക്ക് ഫുൾ ബോഡി ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കലില്ല കേട്ടോ. വല്ലപ്പോഴെങ്കിലും കയ്യിലും മുഖത്തും കാലിലൊക്കെ തേച്ച് കൊടുക്കും. ഫുൾ ബോഡി അവൾക്ക് അങ്ങനെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നോർമൽ സ്കിന്നാണ്. പിന്നെ അങ്ങനെ ഓയിൽ മസാജ് ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് മുഖത്ത് വെയിലത്തൊക്കെ കളിച്ചു വന്നാൽ ടാൻ വരുന്നോണ്ട് ഞാൻ മുഖത്തും കയ്യിലും തേച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അവിടെ മൂക്കൊക്കെ നല്ല ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൂക്കൊക്കെ കുറച്ച് നീണ്ടു വരും കേട്ടോ. അങ്ങനെ നമ്മൾക്ക് കുട്ടികളെ മൂക്കിലെല്ലാം മസാജ് ചെയ്ത് കൊടുത്താൽ മൂക്കുമ്മലൊക്കെ നല്ല മൂക്കിന്റെ ഈ അപ്പുറം ഇപ്പുറമുള്ള തടിപ്പൊക്കെ മാറി കിട്ടും. അങ്ങനെ ഞാൻ കയ്യിലും മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ചുണ്ടിലും തേക്കട്ടെ. നമ്മുടെ ഈ സ്കിൻ ഓയിൽ കൊണ്ട് നിങ്ങളെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. ഈ സ്കിൻ ഓയിൽ വാങ്ങിയ ആൾക്കാർക്ക് ലിപ് ബാമിന്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ മുഖത്ത് തേക്കുമ്പോൾ ചുണ്ടിലും തേക്കാം. നിങ്ങൾ കണ്ടില്ല മോൾക്ക് തേച്ച് കൊടുക്കുന്നത്? ഇതിൽ യാതൊരു കെമിക്കലോ കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു എണ്ണയാട്ടോ. അത്രയും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവറൊക്കെ ചേർത്തിയാണ്. പക്ഷെങ്കിൽ ഈ മരമഞ്ഞളും അതൊന്നും നമ്മൾ കഴിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കുടിക്കൊന്നും ചെയ്യണ്ട. നമ്മൾ ചുണ്ടത്തായിട്ട് വയറ്റിലായാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല ഹൈജീനിക് ആക്കി ഉണ്ടാക്കുന്നത് കൊണ്ട് വേറെ ഒരു കുഴപ്പവും ഇതിനില്ല കേട്ടോ. അതുകൊണ്ടാണ് ചുണ്ടിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ മറക്കാതെ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർ ചുണ്ടിലും കൂടെ അപ്ലൈ ചെയ്ത് കേട്ടോ. ചുണ്ടിന്റെ പിഗ്മെന്റ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. മഞ്ചിഷ്ട, ഇരട്ടി മധുരം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും രക്തചന്ദനമൊക്കെ ചേർക്കുന്നത് കൊണ്ട്, പിന്നെ നെല്ലിക്ക ചേർക്കുന്നുണ്ട്, അലോവേര ചേർക്കുന്നുണ്ട്, എല്ലാം. പിന്നെ ലോദ്രാം, നാൽപ്പാമരം, ത്രിഫല, അതിൽ ചേർക്കാത്തൊന്നും ഇല്ല കേട്ടോ. അത്രയും നല്ലൊരു മിറാക്കൽ ഓയിൽ കേട്ടോ ഇത്. നിങ്ങൾക്ക് എത്രയും ചെറിയ പൈസക്ക് കേട്ടോ ഞാൻ തരുന്നത്. ഈ ഒരു ഓയില് ഇത്രയും ഗുണമില്ലാത്ത ഓയിലാണ് കുങ്കുമാതി തൈലം ഓരോരുത്തർ കൊടുക്കുന്നത്. അതിന് 15 ml 700 രൂപയൊക്കെ ഉണ്ട്. ഇത് 200 ml 480 രൂപ. ഈ ഹെയർ ഓയില് നിങ്ങൾക്ക് വെയിലത്ത് പോകുന്നവർക്ക് കയ്യില്, കഴുത്തില്, പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന കഴുത്തിന് ചുറ്റുള്ള കറുപ്പ്, കണ്ണിന് ചുറ്റുള്ള കറുപ്പ് എല്ലാം മാറിക്കിട്ടും കേട്ടോ. ഭയങ്കര നല്ല ഓയിലാണ് കേട്ടോ. എൻ്റെ ഓയിലായതുകൊണ്ട് പറയുന്നൊന്നല്ല, ഇത് ഉപയോഗിച്ചവരുടെ നല്ല റിവ്യൂ ഉണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. ഡെയിലി ഇത് കുളിക്കുന്നതിൻ്റെ മുമ്പ് ഒരു അരമണിക്കൂർ ഫേസിൽ, കുളിക്കുന്നതിന് മുമ്പല്ല, നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതും പുരട്ടിയിട്ട് കഴുകിയിട്ട് വെയിലത്ത് പോകരുത് കേട്ടോ. അത് ഏതൊരു ഓയിൽ പുരട്ടി കഴിഞ്ഞാലും വെയിലത്ത് പോയാൽ നമുക്ക് ടാൻ അടിക്കും. വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ പുരട്ടിയിട്ട്, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കടലമാവ്, ഡ്രൈ സ്കിന്നുകാർ, നോർമൽ സ്കിന്നുകാരാണെങ്കിൽ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറലായ സോപ്പോ ഫേസ് വാഷോ, ഞങ്ങൾ ചാർക്കോൾ സോപ്പ് കൊടുക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ അത് വെച്ച് കഴുകാം. നന്നായിട്ട് കഴുകി ഇളം ചൂട് വെള്ളത്തിൽ കഴുകിയിട്ട് നോർമൽ വാട്ടറിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. മുടി സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഗ്ലോ കിട്ടും. നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നാച്ചുറൽ ഗ്ലോ കിട്ടും. യാതൊരു വിധ മേക്കപ്പും ഇല്ലാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് 1 മാസം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റും കേട്ടോ. നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഉപയോഗിച്ചേറെ ഒരുപാട് റിവ്യൂ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ റിവ്യൂ അയച്ചു തരുന്നതായിരിക്കും. സൂപ്പർ ആയിട്ടുള്ള ഒരു ഓയിലാട്ടോ ഇത്. പിന്നെ ഈ ഓയിലും അങ്ങനെ തന്നെ മസാജ് ചെയ്യുക. 5 മിനിറ്റ് മസാജ് ചെയ്യുക, എന്നിട്ട് അരമണിക്കൂർ അവിടെ വിടുക. അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ഫേസിലെല്ലാം.
പിന്നെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർക്ക് രാത്രിയിൽ സൈനസും മൈഗ്രെയിനും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രാത്രി 1-2 ഡ്രോപ്പ് എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ രാത്രി സമയത്ത് നമ്മുടെ കൈകാലുകളിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കൈ കളിയട്ടോ, നല്ല കളറും കിട്ടും, ചുളിവുകളെല്ലാം മാറി കിട്ടും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഫേസിൽ നിങ്ങൾ അരമണിക്കൂർ മാത്രം തേച്ച് പിടിപ്പിക്കാം. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. ടാറ്റാ.